ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റ് MOHൽ 2005 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ, അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് MOHൽ വന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വളരെയധികം ആൻസൈറ്റിയും അതുപോലെ തന്നെ പല ചിന്തകളും ഒരുപാട് കാര്യങ്ങളും കേട്ടുകേൾവി മാത്രമുള്ള ഒരു രാജ്യത്തേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും 2004 കുവൈറ്റിലേക്ക് ലാൻഡ് ചെയ്തത്. അപ്പോൾ കുവൈറ്റിലെത്തിയപ്പോൾ തന്നെ എല്ലാ നഴ്സസിനെ പോലെ തന്നെ കുവൈറ്റ് MOH എന്നുള്ളതായിരുന്നു നമ്മളുടെയും ഒരു ഡ്രീം. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ട്രൈ ചെയ്യണം എന്ന് നമ്മൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിലും അൾട്ടിമേറ്റായിട്ട് കുവൈറ്റ് MOHലാണ് എല്ലാ നഴ്സസിനും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് കുവൈറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുവൈറ്റിൽ അവരുടെ ഭർത്താക്കന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കുവൈറ്റിലേക്ക് വരുന്നവരാണെങ്കിൽ MOH ജോയിൻ ചെയ്യണം തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ 2004 കുവൈറ്റിൽ വന്നപ്പോൾ ഞാനും കുവൈറ്റ് MOHൽ ജോയിൻ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു. അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ കുവൈറ്റ് MOHലേക്ക് എക്സാം ഉണ്ട്. ആ എക്സാം നമ്മൾക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും. നമ്മളതൊക്കെ റിവൈസ് ചെയ്തതിന് ശേഷമാണ് എക്സാം എഴുതുന്നത്. എക്സാം പാസ്സായതിനു ശേഷം നമ്മൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെലക്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. അന്നത്തെ ഒരു വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ഒരു പ്രാവശ്യം നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് ഒരുപാട് പേര്, ഒരു 2000 കാലഘട്ടങ്ങളിൽ ലോക്കൽ ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് കുവൈറ്റ് MOHൽ ജോയിൻ ചെയ്തു. കുവൈറ്റ് MOHൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ സാലറി അന്ന് 325 KD മാത്രമാണ്. അപ്പോൾ കുവൈറ്റിലെ ജീവിത ചെലവും അല്പം കുറവ് തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു വീടിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ ഏകദേശം ഡബിൾ ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ പോലും 160-150 KDക്കൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് 300 KD വരെ ആയിട്ടുണ്ട്. അതുപോലെ ഷെയറിങ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റ്, സിംഗിൾ ഫ്ലാറ്റ്, അങ്ങനെയൊക്കെ ആളുകൾ ഒരുപാട് പേർ അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓൺകോളജി ആൻഡ് കാർഡിയാക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവരെന്നെ കുവൈറ്റിലെ ക്യാൻസർ സെൻറ്ററിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെൻറ്റർ. കാരണം അവിടെ ഹോസ്പിറ്റലിന് സ്പെഷ്യൽ അലവൻസ് ഉണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഉള്ളതുപോലെ തന്നെ നമ്മൾ കാണിക്കുകയും ഓൺകോളജി വാർഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും ഉണ്ട് കുവൈറ്റിലെ BSc നഴ്സസിനും ഡിപ്ലോമ നഴ്സസിനും സാലറി ഡിഫറൻസ്. അതിപ്പോഴും ഉണ്ട്, ഏകദേശം 100 KD ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പിന്നെ റിസ്ക് അലവൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. A ഗ്രേഡ് B ഗ്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ സാലറി ഒരു 325-350 ആ ഒരു റേഞ്ചിലാണ്. നമ്മളുടെ ബേസിക് സാലറി അല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ ടോട്ടൽ സാലറിയാണ്. ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജോയിൻ ചെയ്ത് ഇവിടുത്തെ ഒരു വാർഡിലാണ്. അതായത് അപ്പോൾ ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള നേഴ്സസ് ഇവിടെ ഉണ്ട്. ഏകദേശം 50+, 60+ ഒക്കെയുള്ള സീനിയർ ആയിട്ടുള്ള നേഴ്സസാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നപ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇന്ത്യയിൽ ഡൽഹി, അതുപോലെ തന്നെ ഫോർട്ടിസ്, അപ്പോളോ ഇന്ന് ഹോസ്പിറ്റലൊക്കെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡൽഹി നമ്മൾക്കറിയാം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു നഗരമാണ്. അപ്പോളോ ഹോസ്പിറ്റൽസ് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അതിലും അപ്ഡേറ്റഡ് ആണ് ഫോർട്ടിസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾക്ക് ആ കാര്യങ്ങളിൽ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഹോസ്പിറ്റൽ പേപ്പർലെസ് ഹോസ്പിറ്റലായിരുന്നു. എല്ലാ കാര്യങ്ങളും സിസ്റ്റം ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ കുവൈറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആ കാര്യങ്ങളിലുള്ള അപ്ഡേറ്റ്സ് വളരെ പിന്നിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മൾക്ക് മിനിസ്ട്രി സെലക്ട് ആയതിനു ശേഷം നമ്മൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ ജോലിക്ക് വരുന്നു. അപ്പോൾ നമ്മൾക്ക് യൂണിഫോമൊക്കെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റിച്ചിങ് സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിലുള്ള ഒരു പാറ്റേൺ തന്നെ ഒരു 4 പെയർ യൂണിഫോം സ്റ്റിച്ച് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് പല പാറ്റേൺസ് ഉണ്ട്, പല സ്റ്റൈലിൽ യൂണിഫോം തയ്ക്കാം, അങ്ങനെയൊക്കെ. എന്തായാലും അതൊക്കെ ഒരു
ഓർക്കുമ്പോൾ ചിരി വരുന്ന കാര്യമാണ്. അന്ന് ഇവിടുത്തെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രോക്കായിരുന്നു. ഫ്രോക്കും സ്റ്റോക്കിങ്സും അതായിരുന്നു ഇവിടുത്തെ യൂണിഫോം. അതിനുശേഷമാണ് പാൻറ്റും ഷർട്ടും ആക്കിയത്. എത്രയോ വലിയ നല്ലൊരു മാറ്റമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാൻറ്റും ഷർട്ടും. കാരണം ഞാൻ അതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ യൂണിഫോം പാൻറ്റും ഷർട്ടും ആയതുകൊണ്ട് തന്നെ യൂണിഫോം ഫ്രോക്കാക്കിയപ്പോൾ വളരെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ MOH യൂണിഫോം പോളിസി മാറ്റുകയും ചെയ്തു. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ലോണ്ട്രിക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മളുടെ മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി അവർ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുകയും ലോണ്ട്രി ചെയ്ത് അലക്കി തേച്ച യൂണിഫോം നമ്മളുടെ കയ്യിലേക്ക് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. നമ്മളുടെ ഓൺ ഡ്രസ്സിലാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ലോണ്ട്രി അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. എന്തായാലും നമ്മൾ തന്നെയാണ് യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്നും ഡ്യൂട്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഓൺ ഡ്രസ്സിൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും. പിന്നെ ആ സമയത്ത് ഇവിടെ ലോങ് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ നല്ല ഒരു മെറ്റീരിയലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഓൾട്ടർ ചെയ്ത് കുറേ പേരൊക്കെ അതുകൊണ്ട് ഫ്രോക്ക് തയ്ക്കുന്ന ഒരു ശീലവും ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആദ്യം വരുന്നത് SDU, നമ്മൾ കാണുന്നത് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റിലെ ആളുകളെയാണ്. അവിടുത്തെ BSN MSN അങ്ങനെയുള്ള ആളുകളാണ്. ക്ലിനിക്കൽ ഇൻസ്ട്രക്ടേഴ്സാണ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റിലുള്ളത്. അവർ നമ്മൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് ഓറിയൻറ്റേഷൻ തരും, ഹോസ്പിറ്റൽ ടൂർ നടത്തും, ഓരോ വാർഡും ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ ഏത് വാർഡിലേക്കാണ് എന്നുള്ളത് നമ്മളോട് പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് അവേഴ്സ് നമ്മൾ ക്ലിനിക്കലി ജോലി ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നു, എക്സാം ഇടുന്നു. വലിയ ടഫായിട്ടുള്ള എക്സാം ഒന്നുമില്ല. ആ ഒരു എക്സാം ഇപ്പോൾ വരുന്ന ആളുകൾക്കുണ്ട്, അന്നത്തെ കാലത്തും അത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്ത് ഇനീഷ്യലി ഉള്ള ഡേയ്സ് നടക്കുന്നത്. ആദ്യമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം അപ്പോളോയിലും ഫോർട്ടീസിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്കറിയാം വളരെ ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ജോലി വളരെ ബുദ്ധിമുട്ടായില്ല. പക്ഷേ നമ്മൾക്ക് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ ഭാഷ, ആളുകൾ ഇതെല്ലാം വളരെ വ്യത്യാസമായതുകൊണ്ട് തന്നെ വളരെ വിഷമം പിടിച്ചൊരു സമയം തന്നെയായിരുന്നു. നിങ്ങളിപ്പോൾ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ലാംഗ്വേജിൻ്റെ വളരെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം അറബിക്കാണ് ഇവിടുത്തെ മെയിൻ മീഡിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ മലയാളികളായതുകൊണ്ട് തന്നെ എവിടെയും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്കും അതേ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വാർഡിൽ ജോയിൻ ചെയ്തപ്പം ഞാനൊരു ഓൺകോളജി വാർഡിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിപ്രസിങ് ആയിട്ടുള്ള അത് ചില ആളുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നനുസരിച്ചിരിക്കും. പക്ഷേ ആളുകളുടെ മരണം, അതുപോലെ പല കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും, അതായത് നമ്മൾ നാട്ടിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇവിടെ വരുമ്പോൾ ഒരു കുറേ വർഷങ്ങൾ പിന്നിലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം പല കാര്യങ്ങളും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. പക്ഷേ അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്ന് ഓർക്കണം. നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഉള്ളത്. നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഇപ്പോഴും വളരെ വളരെ പിന്നിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇവിടുത്തെ ജോലി അത്ര ടഫ് ആവണമെന്നില്ല. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ചില നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം നന്നായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, എനിക്കെന്തായാലും ഞാൻ ഈവനിങ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല, നൈറ്റ് ഡ്യൂട്ടിയും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള സാലറി ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ സാലറിയിൽ ഡിഡക്ഷൻ വരുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് സാലറി സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരുന്ന അതേ സാലറി മാത്രമാണ് പിന്നെ കിട്ടിയത്. അപ്പോഴാണ് ദൈവം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ട്രാൻസ്ഫറിനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ മറ്റു പലർക്കും അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം എന്നില്ല. കാരണം വാർഡിൽ നിന്നും നമ്മൾ OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിലോട്ട് മാറുമ്പോൾ നമ്മൾക്ക് നൈറ്റ് അലവൻസ് ഇല്ല. അതുപോലെ തന്നെ മറ്റു പല അലവൻസുകളും ആ സമയത്തുണ്ടായിരുന്ന അലവൻസസ് അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പലരും പറഞ്ഞു ഒരു പക്ഷേ മുന്നോട്ട് പോകുന്തോറും ലൈഫിൽ ഒരുപാട് എക്സ്പെൻസസ് ഒക്കെ വരും, അപ്പോൾ ഈ ഒരു സാലറി ഡിഫറൻസ് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എന്നോട് പലരും പറയുകയുണ്ടായി. എന്തായാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ദൈവം വിശ്വസ്തൻ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ കുവൈറ്റ് MOHൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓവർ ടൈം എന്ന് പറഞ്ഞൊരു സിസ്റ്റം
ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഓവർ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും ഇപ്പോഴും, ദൈവം എനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സിസ്റ്റമാണ് ഓവർ ടൈം എന്നുള്ളത്. അന്ന് ഓവർ ടൈമിന് 1 മണിക്കൂറിന് 2.5, അതായത് 2 KD 500 ഫിൽസ്, അതായത് 2.5 KD ആണ് 1 മണിക്കൂറിൻ്റെ ഓവർ ടൈം പേയ്മെൻറ്റ്. ആലോചിക്കാം, എത്രയോ വളരെ കുറഞ്ഞ ഒരു പേയ്മെൻറ്റാണ്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ അതൊക്കെ നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം 2 മുതൽ 6 മണി വരെ ഇവിടെ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മോർണിംഗ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. പലർക്കും പല പ്രയോറിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് റേഡിയോളജിയിലോട്ട് വന്നത് എന്നെ സംബന്ധിച്ചൊരു നല്ല കാര്യമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ബെഡ് സൈഡ് നഴ്സിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ജോയിൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി എനിക്കുണ്ടായ ചില എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.